എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് നയന. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. ഇത് രണ്ട് തരത്തിലുള്ള നെല്ലിക്കയാണ്, വലിയ നെല്ലിക്കയും ചെറിയ നെല്ലിക്കയും. ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് വാട്ടിയെടുക്കാം. അതിനുശേഷം ഇത് രണ്ട് രീതിയിൽ അച്ചാറിടാം. ചെറിയ നെല്ലിക്ക മുഴുവനായിട്ട് തന്നെ അച്ചാറിടാം. വലിയ നെല്ലിക്ക കുരുമാറ്റി നാലായിട്ട് കീറി നമുക്ക് വേറെ അച്ചാറിടാം. നെല്ലിക്ക ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുത്തു. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം വെള്ളം ഊറ്റി കളയുക. നെല്ലിക്ക ഇട്ട ഉടനെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തത്, അല്ലെങ്കിൽ ഈ അടപ്പത്തിരുന്ന് നെല്ലിക്ക ഒരുപാട് വെന്ത് പോകും. ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. നെല്ലിക്ക അടപ്പത്ത് വെച്ച് തന്നെ വാട്ടാതിരുന്നത് നെല്ലിക്ക പെട്ടെന്ന് വെന്ത് പോകും. അങ്ങനെയാണെങ്കിൽ അച്ചാറിടുമ്പോൾ നെല്ലിക്കയ്ക്ക് ഒരു ഉറപ്പും കാണത്തില്ല, ഭയങ്കര സോഫ്റ്റായി പോകും. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം ഇട്ട് വെച്ചിരുന്നത്. നെല്ലിക്ക അച്ചാർ ഇടാനുള്ള ചട്ടി ചൂടായതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് നെല്ലിക്ക അച്ചാർ ഇടുന്നത്. എണ്ണ ചൂടായതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു ഉണ്ട വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 3 വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചത്, ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. വലിയ 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇനി ഇതിലേക്ക് നെല്ലിക്ക കൂടി ചേർക്കാം. നെല്ലിക്കയിൽ ഒട്ടും വെള്ളം പാടില്ല. കായപ്പൊടി ചേർത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വലിയ നെല്ലിക്ക കീറി അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നെല്ലിക്കയുടെ കുരു മാറ്റി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിനെ എണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കടുക്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം. ഇനി ഇഞ്ചി, വറ്റൽമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില, മുളക് പൊടി, 2 വലിയ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്തത്. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക.
നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നെല്ലിക്ക ഇതിൽ ചേർത്തത് അടുപ്പത്തിരുന്ന് കഴിഞ്ഞാൽ നെല്ലിക്ക പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നെല്ലിക്ക ചേർത്ത് കൊടുത്തത്. അപ്പോൾ നെല്ലിക്ക നമ്മൾ 2 വിധത്തിൽ അച്ചാറിട്ടിട്ടുണ്ട്. ചെറിയ നെല്ലിക്ക മുഴുവനായിട്ടും വലിയ നെല്ലിക്ക കീറിയിട്ടുമാണ് അച്ചാറിട്ടിട്ടുള്ളത്. ഇതിനകത്ത് ഒട്ടും തന്നെ വിനാഗിരി ചേർത്തിട്ടില്ല. ഇപ്പോൾ നെല്ലിക്കയുടെ സീസൺ ആയതുകൊണ്ട് നെല്ലിക്കയൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കും. ഈ സമയത്ത് നെല്ലിക്ക അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. നെല്ലിക്ക ആറിയ ശേഷം കുപ്പി ഭരണിയിലേക്ക് മാറ്റുക. ഇതിനകത്ത് നമ്മൾ എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. കുപ്പി ഭരണിയിലേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ നെല്ലിക്കയുടെ മുകളിലായിട്ട് എണ്ണ നിൽക്കുന്നത് പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് നല്ലെണ്ണ ഒന്ന് ചൂടാക്കി ആറിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. ഈ നെല്ലിക്ക അച്ചാർ ഇടാൻ വളരെ എളുപ്പമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.